കൊടക് എന്ന് പറഞ്ഞൊരു പ്രവിശ്യൻ ഊർഗീസാരെന്നറിയാം ശരിക്കും. അവരിപ്പോ ഹിന്ദുക്കളായിട്ട് അവർ മാറിയെങ്കിലും നിങ്ങളവിടെ പോയിട്ട് കഴിഞ്ഞാൽ കൊടകി ചരിത്രകാരന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞാൽ ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് അവർ പറയാം. അവരങ്ങനെ ഈ ഹിന്ദുത്വത്തിലേക്ക് തന്നെ അബ്സോർവ് ചെയ്യപ്പെട്ട ആളുകൾ. അവരെ പാരമ്പര്യത്തെ കുറിച്ച് ഈടെ ഒരു യാത്രക്കിടയിൽ ഞാൻ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു പാരമ്പര്യം അവർ യഥാർത്ഥത്തിൽ കുർദുകളാണ്. അലക്സാണ്ടറുടെ സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കുർദ് പോരാളികൾ. ആ പോരാളികളും അലക്സാണ്ടർ മടങ്ങിപ്പോയപ്പോ പോയില്ല, അവർ ബാക്കിയായി. അവര് ആയിരത്താണ്ടുകളിലൂടെ യാത്ര ചെയ്ത് അതൊന്നൊരു സംഘം കേരള തീരത്തെത്തുകയും അതൊന്ന് ഈ പറയുന്ന കൂർഗ് പ്രവിശ്യയിൽ അവരെത്തുകയും അവർക്ക് അവരുടെ കുർദിസ്ഥാൻ പോലെ ആ പ്രദേശം തോന്നുകയും അവരവിടെ സെറ്റിൽ ചെയ്യുകയും ചെയ്തു. ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ എലമെന്റുകൾ കാണാം. അവരെ ആന്ത്രോപോളജിക്കലായിട്ടുള്ള അവരുടെ ശരീരഘടന തന്നെയും കുർദുകളായിട്ട് ബന്ധപ്പെട്ടു. ഈ സഖ്യപർവ്വത നിരയില് ഈ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊടകില് ഉള്ള ജനത അവർ ഒറിജിൻ കുർദിസ്ഥാനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നിലവിലുള്ള വംശീയ ആഖ്യാനങ്ങളെ റദ്ദ് ചെയ്യാനുള്ള ചരിത്രപരമായ വസ്തുതകളാണ് നമുക്ക് കിട്ടുന്നത്. ചരിത്രത്തെക്കുറിച്ച് അടവേറിയ ബോധ്യത്തോടു കൂടി നമ്മൾ പഠിച്ചാൽ ഫാസിസത്തിനും വംശീയതയ്ക്കെതിരായിട്ടുള്ള ചിന്തിക്കാനുള്ള ചരിത്ര പാഠങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റും.